കേരള രാഷ്ട്രീയത്തിൽ വെൽഫെയർ പാർട്ടി ഉദയം ചെയ്തതിന് ശേഷം ആദ്യം വലിയ ചലനങ്ങളില്ലായിരുന്നു. പിന്നെ ഇലക്ഷൻ, ഉപതെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വെൽഫെയർ പാർട്ടിയാണ്. UDF-ന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വെൽഫെയർ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് വരെയുള്ള ചർച്ച നടന്നു. ഇപ്പോൾ ജനങ്ങൾ അതൊക്കെ തള്ളിക്കളഞ്ഞതാണോ ഇപ്പോൾ സംഭവിച്ചത്? താങ്കൾ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. കേരളത്തിൽ വെൽഫെയർ പാർട്ടിയുടെ സ്വാധീനവും ശക്തിയും ജനങ്ങളുടെ പിന്തുണയോടെ ഉണ്ടായതാണ്. അത് ഞങ്ങൾ ഏറ്റെടുത്ത വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. അതിപ്പോഴും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ വളർച്ചയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും സമ്മേളനവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു. സംഘപരിവാർ വിരുദ്ധമായ രാഷ്ട്രീയത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായ അതിശക്തമായ മുന്നേറ്റം എന്ന നിലക്കുള്ള പിന്തുണയാണ് ഞങ്ങൾ നൽകിയത്. ആ പിന്തുണ വിജയകരമായി എന്ന് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. പ്രത്യേകിച്ച് ഈ കേരള സംസ്ഥാനത്ത് അത്തരമൊരു മുന്നേറ്റം സാധ്യമായത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കൊണ്ടാണ്. അതേസമയം ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ കക്ഷി അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സാഹോദര്യത്തിൽ അധിഷ്ഠിതമായൊരു കേരള രാഷ്ട്രീയത്തെ, കേരളീയ സാമൂഹ്യ ഘടനയെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയുള്ള നിരന്തര പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. റസാഖ് പാലേരി, ഇപ്പോൾ ഒരു മന്ത്രിയുടെ PA വെൽഫെയർ പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആ ഒരു ചെറിയ വിഷയം, ഇത്രയും UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് വെൽഫെയർ പാർട്ടി ചർച്ചയിൽ നിന്ന് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കൊടുക്കണം ഒരു പരസ്യത്തിന്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ 10 പൈസ മുടക്കില്ലാതെ പരസ്യം കിട്ടിയത് വെൽഫെയർ പാർട്ടിക്കാണ്. എല്ലാം അടങ്ങി നിന്നതാണ്. ഇപ്പോൾ ഒരു മന്ത്രിയുടെ PA ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ വിവാദങ്ങൾ എന്തായിരിക്കും? വിവാദങ്ങളൊക്കെ തൽപര കക്ഷികൾ ഉണ്ടാക്കുന്നതാണല്ലോ. അങ്ങനെ പല വിവാദങ്ങളും പല പാർട്ടികളെ കുറിച്ചും പല തൽപര കക്ഷികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്രമാത്രമേ ഞങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് കാണുന്നുള്ളൂ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അത് നിരന്തരം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഇത്തരം വിവാദങ്ങളുടെ മുമ്പിൽ ഇറങ്ങലിച്ച് നിന്നുകൊണ്ട് പിന്നോട്ട് പോകുന്ന പാർട്ടിയല്ല വെൽഫെയർ പാർട്ടി എന്ന് തന്നെയാണ് കൃത്രിമമായി പല വിവാദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടുത്ത ഇലക്ഷനിൽ ഇപ്പോൾ 2030, കാരണം ഇപ്പോഴേ പറഞ്ഞു വെക്കാമല്ലോ, 2031 ഇലക്ഷനൊക്കെ ആകുമ്പോഴേക്കും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഒരുപക്ഷെ UDF-ന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാകും. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഈ അടുത്ത 2031 വെൽഫെയർ പാർട്ടി കൂടി ഒരു സ്ഥാനാർത്ഥി രംഗത്തേക്ക് വരും എന്ന് പ്രവർത്തകർ മാത്രമല്ല ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാൽ. അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ പല പ്രതീക്ഷകളും പല സ്വഭാവത്തിലുള്ള ചുവടുവെപ്പുകൾ ഉണ്ടാകും. അത്തരം ചുവടുവെപ്പുകളെയും മുന്നേറ്റങ്ങളെയും ഒന്നും അടച്ച ഒരു നിലപാട് വെൽഫെയർ പാർട്ടിക്കില്ല. മുന്നണിയുടെ ഘടകകക്ഷിയല്ല എന്നതോടൊപ്പം തന്നെ മുന്നണി രാഷ്ട്രീയത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അത്തരം സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ LDF-മായി ധാരണയിലൂടെ ഞങ്ങൾ പഞ്ചായത്തുകൾ ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ടേമായി UDF ധാരണയിൽ ഞങ്ങൾ പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. ഞങ്ങളുടേത് ഒരു ജനകീയ രാഷ്ട്രീയമാണ്, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിൽ രാഷ്ട്രീയ സാധ്യതകളെ പല രൂപത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ രാഷ്ട്രീയത്തിൽ അത്ര വലിയ വളരെ മുൻകൂട്ടിയുള്ള പ്രത്യേകമായ പ്രവചനങ്ങളൊന്നും ആവശ്യമില്ല. സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, ഈ പിന്തുണ കൊടുക്കുക എന്നത് വിട്ട് അവസാനം ഏതെങ്കിലും ഒരു മുന്നണി, ഇപ്പോൾ UDF-ന്റെ കൂടെയാണല്ലോ, കുറെ കാലം LDF-ന്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ UDF-ന്റെ കൂടെ നിങ്ങൾ ഓക്കെ ആയി, ഇനി മുന്നണി പ്രവേശനം എന്നൊന്നുണ്ടാകുമെന്ന് പ്രവർത്തകര് പ്രതീക്ഷിച്ചാൽ? അല്ല, മുന്നണി പ്രവേശനം എന്ന് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമല്ല. അതേസമയം മുന്നണി രാഷ്ട്രീയത്തിന്റെ പല രീതിയിലുള്ള ഇടപെടലുകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊരു മോശം കാര്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതേസമയം UDF-മായി പല സഹകരണങ്ങളും വെൽഫെയർ പാർട്ടി നടത്തിയിട്ടുണ്ട്. നേരത്തെ LDF-മായി നടത്തിയിട്ടുണ്ട്. അതൊരു മോശം കാര്യമാണ് എന്ന് ഞങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഫലപ്രദമായി വളർത്തിയെടുക്കാനുള്ള വഴി എന്ന നിലക്ക് മുന്നണി രാഷ്ട്രീയത്തെ പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ഏതായാലും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വളരെ വ്യക്തമായി പറഞ്ഞു, വിവാദങ്ങൾ ചിലരുടെ വേറെ ഉദ്ദേശങ്ങളാണ്. ഏതായാലും വെൽഫെയർ പാർട്ടി അതിശക്തമായി തന്നെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രവർത്തകർക്ക് മാത്രമല്ല കേരളത്തിനും ഉറപ്പ് നൽകുന്നത്. ജബ്ബാർ വേണാട്ട്, 1 ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ.
ബ്രഹ്മാണ്ഡ ഓഫറുമായി അറ്റ്ലസ് ഫാഷൻ 3000 വനിതകൾക്ക് വെറും 1 രൂപയ്ക്ക് കോട്ട് സെറ്റ്. ഓഗസ്റ്റ് 7 മുതൽ 12 വരെ ആദ്യം പർച്ചേസ് ചെയ്യുന്ന 500 വനിതകൾക്ക് വെറും 1 രൂപയ്ക്ക് കോട്ട് സെറ്റ്. ഓരോ ദിവസവും 500 കോട്ട് സെറ്റ് വീതം 6 ദിവസങ്ങളിലായി ഈ ഓഫർ ലഭിക്കും. അറ്റ്ലസ് ഓണം ബമ്പർ ഓണം. ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ 10 പേർക്കായി, 100 ഫ്രിഡ്ജ് 100 പേർക്ക്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഓണം സ്റ്റൈലാക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകൾ വെറും 19 രൂപ മുതൽ 999 വരെ മാത്രം. ലേഡീസ് ജെന്റ്സ് കിഡ്സ് ട്രെൻഡി കളക്ഷൻ, ഫാഷനും സൂപ്പർ ഓഫറുകളും ബമ്പർ ഭാഗ്യവും ഈ ഓണം അറ്റ്ലസിനോടൊപ്പം ആഘോഷമാക്കാം. അറ്റ്ലസ് ഫാഷൻ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ.